ഫാം എന്ന കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കമ്പനി ഉടമകളെന്ന് അവകാശപ്പെടുന്ന സാംബശിവൻ, അനിരുദ്ധൻ എന്നിവർ ഒളിവിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5 ലക്ഷത്തോളം പേരാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. പോലീസ് ഇവർക്ക് വേണ്ടി ഊർജിതമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ കൂടുതലൊന്നും പറയണ്ട. തിന്നാതെയും കുടിക്കാതെയും പിന്നെ പിള്ളേരുടെ പൊടി സ്വർണ്ണങ്ങളും വിറ്റിട്ടാ തനിക്ക് കാശുണ്ടാക്കി തന്നത്. എന്നിട്ട് ഇപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. നിങ്ങളെപ്പോലെ കമ്പനി ചേർന്ന ആളാ ഞാൻ. മര്യാദക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ കാശ് ഇയാള് കൂടുതൽ വർത്താനം പറയണ്ടെന്ന്. നീ ഇവിടെ മണിവാളിനെ കെട്ടി പൊക്കി വെച്ചേക്കല്ലേ? ആ ഇത് വിറ്റിട്ടാണ് ഞങ്ങളുടെ പൈസ. അല്ലാണ്ട് ഇവിടെ ഒരു അടിയാണ് സംഭവിക്കില്ല. എന്താണോ കരുതിയത്? അത് ശരി, തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ ഈശ്വര, നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ, December 1. ഓ, എനിക്കൊരു മൂടുമില്ല ശ്യാം. എന്തോന്ന് ഫംഗ്ഷൻ? അല്ല, സൈക്കിൾ എത്രയായി? 4500. ആൽബിനോട് പറഞ്ഞോ? ഇല്ല. അല്ല പിന്നെ എങ്ങനെ? അവന്റെ സൈക്കിള് വീണ്ടും പഞ്ചറായി. അക്ബറിന്റെ കടയിൽ കൊടുത്തിരിക്കുക. നാളെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ അതെടുക്കാൻ അവൻ അവിടെ വരും. അപ്പൊ അവന് കൊടുക്കാം അല്ലേ, ഒരു സർപ്രൈസ് ആയിട്ട്? ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും വരാം. എനിക്ക് അവനൊന്ന് കാണണം. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം തീരുമോ? തീർന്നില്ലെങ്കിൽ കാണാം. ഉസ്മാനെ, നമ്മൾ വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയല്ലേ? സത്യം. നടന്നാലും ഇല്ലേലും സ്വപ്നങ്ങളാണല്ലോ മനുഷ്യനെ ജയിപ്പിക്കുന്നത്. എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷം. ഈ അസുഖത്തിന്റെ ടെൻഷനും പേടിയും ഒന്നും ഇപ്പൊ ഇല്ലടാ. മനുഷ്യരങ്ങനെയാ. മനസ്സിലാക്കേണ്ടപ്പോ ഒന്നും തിരിച്ചറിയില്ല. ഒടുവിലെല്ലാം നഷ്ടപ്പെടുമ്പോ പലതും നേടാനുള്ള ഓട്ടം. നമ്മളെ പോലെ. അറിയുന്നു ഞാൻ എൻ്റെ ജീവിതം, ഞാൻ ഇതുവരെ കാണാത്ത മിഴികളിൽ മിടിക്കുന്നു എൻ്റെ ഈ നെഞ്ചകം, നിന്റെ ലോകം നമിക്കുന്ന കൈകളിൽ. പ്രിയ തോഴ, എൻ്റെ ഇതിനു മുന്നേ ഞാൻ നിന്നെ കണ്ടതില്ല. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഡിസംബർ 1 ഞാൻ ഫെദർ ടച്ച് എന്ന ഈ സ്ഥാപനം ആരംഭിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ ഈ സ്ഥാപനം എന്നെ എടുത്തു വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി. ഒടുവിൽ ഇതേ രോഗത്തിന് അകാരണമായി കീഴടങ്ങി മരണപ്പെട്ട ഫാദർ വിക്ടർ ജോസഫ് എന്ന വൈദികന്റെ ഒരു സ്മരണ മാത്രമായിരുന്നു. എന്നാൽ ഇന്നീ ഫെദർ ടച്ച് വെറുമൊരു സ്ഥാപനം എന്നതിലുപരി എനിക്കൊരു കലാലയമായിരിക്കുന്നു. ജീവിതമെന്ന ലൈഫ് ലോങ് കോഴ്സ് പഠിപ്പിക്കുന്ന കലാലയം. നിങ്ങൾ ഓരോരുത്തരും ഈ കലാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. നിങ്ങളുടെ ജീവിതം എൻ്റെ മുന്നിലെ പുസ്തകക്കെട്ടുകളാണ്. അതിലെ ഓരോ പാഠങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷങ്ങളാണ്, ദുഃഖങ്ങളാണ്, മൗനങ്ങളാണ്. നിങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ, അനുഭവങ്ങൾ, ഇവയെല്ലാം കുറിച്ചെടുത്ത ഒരു പുസ്തകം. ഇരുട്ടിൽ തപ്പുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു ചെറു വെളിച്ചമായി ഞാൻ സമർപ്പിക്കുന്നു. അടുത്തതായി
ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ശ്രീ VS അച്യുതാനന്ദനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. HIV ഈ ലോകം നേരിടുന്ന വലിയ വെല്ലുവിളി. എയ്ഡ്സ് രോഗികൾ ഈ ലോകത്തിന് വേണ്ടാത്തവർ. അതുകൊണ്ട് നിങ്ങൾ ആട്ടിയോടിക്കപ്പെടുന്നു. ബ്ലൈഡ്, കള്ളപ്പണം, അഴിമതി എന്നിവയൊക്കെ അടയ്ക്കുവാടുന്ന സമൂഹത്തിൽ HIV-ക്കാർ മാത്രം അകറ്റപ്പെടേണ്ടവരാണോ? അഴിമതിയിലൂടെ കോടികൾ വെട്ടിച്ച് രാജ്യത്തെയും ജനങ്ങളെയും വഞ്ചിക്കുന്നവർ അകറ്റപ്പെടേണ്ടവരല്ലേ? പ്രായപൂർത്തിയാകാത്ത നമ്മുടെ പിഞ്ചു ബാലികമാരെ ഒറ്റയ്ക്കും കൂട്ടായും പീഡിപ്പിക്കുന്നവർ അകറ്റപ്പെടേണ്ടവരല്ലേ? കർഷകരെ മരണക്കയത്തിലേക്ക് തള്ളിവിടുന്ന പലിശക്കാരും ഒരു ജന്മം തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന സന്താനങ്ങളും സമൂഹത്തിൽ അകറ്റപ്പെടേണ്ടവരല്ലേ? പകരം അറിഞ്ഞോ അറിയാതെയോ ഈ അവസ്ഥയിലെത്തുന്നവർ മാത്രം ഈ ലോകത്ത് പാടില്ലാത്തവർ. എന്തൊരു അനീതിയാണിത്! പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ വ്യസനത്തോടെ പറയുന്നു, നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇതിനൊരു മാറ്റം വേണം. HIV ബാധിതർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അജ്മലിനെ പോലുള്ളവർക്ക് മനസ്സറിഞ്ഞ് പ്രോത്സാഹനം നൽകണം. എന്നെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന സത്യം ഞാൻ തുറന്നു പറയുന്നു. ഈ പുസ്തകം അജ്മലിൻ്റെ എഴുതപ്പെട്ട നിങ്ങളുടെ ജീവിതം ഞാൻ പ്രകാശനം ചെയ്യുന്നു, സമൂഹത്തിനായി സമർപ്പിക്കുന്നു. നീ ഇതുവരെ റെഡിയായില്ലേ? മഴ കൂടുവാണല്ലോടാ. സാരമില്ലടാ, നമുക്ക് നാൽവിനെ കാണണം. കണ്ടേ പറ്റൂ. വാ. നല്ല മഴ അല്ലേ? ഒരു മഴ നനഞ്ഞാലെന്താ, മൂത്രമൊന്നും അല്ലല്ലോ. അവന്റെ എന്നും പഞ്ചറാവുന്ന സൈക്കിൾ മാറി ഈ പുതിയ സൈക്കിൾ കിട്ടുമ്പോ അവൻ ആകെ ത്രില്ലടിച്ചു. എന്തിനെല്ലാരും ഓടുന്നേ? ചേട്ടാ, എന്താ അവിടെ സംഭവം? ഈ കാറ്റിലും മഴയിലും അക്ബർക്കട കടയിൽ കൂടെ ആ ദ്രവിച്ച ട്രാൻസ്ഫോമർ വീണ് ഒരു സ്കൂൾ കുട്ടിയും ചേർത്ത് 2 പേരും മരിച്ചു. പക്ഷേ ഒരു 25,000 കാര്യമായിട്ട് കെട്ടിവെക്കുന്ന എന്റെ കൂടെ ഈ പട്ടിക്കാട്ടും പൊളിച്ചു വിറ്റാൻ കിട്ടൂല. 20,000 നയച്ച് എന്നോട് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ?
ഹായ് ഹലോ റീന. എവിടെയാ സിജു? ഞാൻ ഐ മിസ് യു ഡാ. ഞാനിപ്പോൾ ഓഫീസിലാ. ഇന്ന് നൈറ്റാണ്. ഐ വിൽ കോൾ യു. ഓക്കേ ഡാ. ഓക്കെ. ബൈ. ഐ ലവ് യു. ഐ ലവ് യു. പൂജ, പൂജ, പൂജ. വെൽക്കം സിജു. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി.